റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചാൽ കടുപ്പിക്കാൻ ചെന്നിത്തല വി.ഡി. സതീശൻ വിഭാഗം. കെ.സിയെ പരിഗണിക്കാനുള്ള നീക്കം അന്യായമാണെന്നാണ് ഇവരുടെ വാദം. ഹൈക്കമാൻഡിനെ നിലപാട് അറിയിക്കും. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനായി ഇരുവിഭാഗങ്ങളും കാത്തിരിക്കുകയാണ്. എന്നാൽ കെ.സി. വേണുഗോപാൽ യോഗ്യനെന്ന നിലപാടിലാണ് അനുയായികൾ. നേതാക്കളെ ഒപ്പം നിർത്താൻ ചരടുവലികൾ തുടരുകയാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഡൽഹിയിൽ പിടിപ്പത് പണിയുള്ള കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണുവെക്കുമ്പോൾ, ചരട് വലിക്കുമ്പോൾ എതിർവശത്ത് ഒരാളല്ല, രണ്ടുപേരുണ്ട്. പാർട്ടിയെ വലിയ വിജയത്തിലേക്ക് എത്തിക്കും, തെരഞ്ഞെടുപ്പിന് തന്നെ ചുക്കാൻ പിടിച്ചു എന്ന് പറയുന്ന വി.ഡി. സതീശൻ കിട്ടുന്ന ഒഴിവുകളിലെല്ലാം ഗോൾ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നതിന് മുൻപേ പല വിഷയങ്ങളിലും മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ച് കട്ടയ്ക്കൊപ്പം ഓടിയെത്തിയ രമേശ് ചെന്നിത്തല, ഈ രണ്ടുപേരുണ്ടാവും അല്ലേ കെ.സി അങ്ങ് മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായി നിൽക്കാൻ? എന്തായിരിക്കും സംഭവിക്കുക? പക്ഷേ ഇപ്പോ സമീപമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂല പ്രതികരണങ്ങളൊക്കെ അത് കെ.സിക്കാണോ കൂടുതൽ ഗുണകരമായി വരിക? റോഷ്നി, പ്രധാനപ്പെട്ട പല നേതാക്കളെയും കെ.സി പക്ഷം ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ കെ.സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വി.ഡി. രമേശ് ചെന്നിത്തല പക്ഷമൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം കെ.സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവർ ഉണ്ടാകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് യു.ഡി.എഫ് അധികാരത്തിലെത്തുമ്പോൾ കെ.സി വേണുഗോപാലിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി തീരുമാനിക്കുക എന്ന ചോദ്യമാണ് ഈ വിഭാഗമൊക്കെ ഉയർത്തുന്നത്. പക്ഷേ വോട്ടെണ്ണൽ നടക്കാൻ ഇനിയും 2 ആഴ്ച സമയമുണ്ട്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. ആരാണ് അധികാരത്തിൽ എത്തുക എന്ന് പോലും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ പോലും വലിയ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി കസേരയിലെ തർക്കം ഇപ്പോഴും കോൺഗ്രസിൽ ചൂട് പിടിച്ചു പോവുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് പരസ്യമായി സ്വീകരിച്ചില്ല, ചർച്ച നിയന്ത്രിക്കാനുള്ള നിലപാട് സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ചർച്ച ശക്തമാകുന്നു. സാമൂഹ്യ മാധ്യമത്തിൽ ഓരോ നേതാക്കൾക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടക്കുന്നു. മറുവിഭാഗത്തെ നേതാവ് ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിൽ നേതാക്കൾക്കൊക്കെ കടുത്ത അസംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിൽ കോൺഗ്രസിനെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന വിലയിരുത്തലാണ്. പക്ഷേ വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെ വിമർശിക്കുമ്പോൾ പോലും ആ പ്രചാരണത്തിൽ പിന്നോട്ട് പോകാൻ സാമൂഹ്യ മാധ്യമത്തിലെ ഓരോ നേതാക്കളുടെയും അനുയായികൾ തയ്യാറായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് കെ.സി വേണുഗോപാലിനെ ഏതെങ്കിലും തരത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ പദവിയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല വിഭാഗവും എത്തിയിരിക്കുന്നത്. ഇവർ തങ്ങളുടെ വികാരം, തങ്ങളുടെ ശക്തമായ എതിർപ്പ് അത് മുൻകൂട്ടി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ എം.എൽ.എമാരുടെ പിന്തുണ കൂടുതൽ ഉണ്ട് എന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് രമേശ് ചെന്നിത്തല പക്ഷവും ഒപ്പം വി.ഡി. സതീശൻ പക്ഷവും നൽകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പരസ്യമായ പ്രതികരണത്തിൽ നിന്നും ഈ 2 നേതാക്കളും തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഈ ചർച്ചകളിൽ കടുത്ത അസംതൃപ്തിയുണ്ട്. കാരണം എം.പിമാർക്ക് മത്സരിക്കാൻ അനുവാദം നൽകാതിരുന്നു. ഒടുവിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ അവിടെ ആ മുൻ തീരുമാനം ഗണ്ണിച്ചുകൊണ്ട് കെ.സി വേണുഗോപാലിനെ എങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ചോദ്യമടക്കം അവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും വലിയ തർക്കത്തിനും ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റോഷ്നി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു കാര്യം, കെ.സി വേണുഗോപാലിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്നെല്ലാം ചെയ്തത് കെ.സി വേണുഗോപാലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് കെ.സി വേണുഗോപാൽ അയോഗ്യനാണെന്ന് താൻ പറയില്ല, ആരാണ് യോഗ്യനെന്നും പറയില്ല. വി.ഡി. സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ ടെലിവിഷനിലാണ്. രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ല. കോൺഗ്രസിന്റെ അത്യുന്നത പദങ്ങളിലിരുന്ന പാരമ്പര്യമുള്ള നേതാവാണ് ചെന്നിത്തല. ജയിച്ചു വന്നാൽ കോൺഗ്രസിലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. കെ.സി വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരു അപര്യാമ്യമല്ല. അല്ലെങ്കിൽ വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ ടി വിയിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. ഞാൻ പറയുന്നത് അവരെല്ലാവരും യോഗ്യന്മാരാണ്. കെ.സി വേണുഗോപാലിനെ അയോഗ്യനെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? അപ്രസക്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇത്ര സീനിയറായ ഒരാളാണ്. കാരണം
ആര് വിചാരിച്ചാലും അപ്രസക്തരാക്കാൻ സാധിക്കില്ല. ഈ 3 പേരിൽ ആരായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് അഭിപ്രായം? ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. 3 പേരും കൊള്ളാം.